ഇ കൊമേഴ്സ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് വളരെ ആധികാരികമായിട്ട് എത്ര തന്നെ പറഞ്ഞാലും സ്വന്തം അനുഭവങ്ങളായിരിക്കും ഒരാളെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നതും അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. പലതരം അനുഭവങ്ങൾ താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഇത്രയും കാലത്തിനിടയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പീരിയൻസ്, അതിന് താങ്കൾ കൊടുത്തൊരു സൊല്യൂഷൻ, അതൊക്കെ എങ്ങനെയായിരുന്നു? ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് രസകരമായിട്ടുള്ളൊരു ആൻസറും ഉണ്ട്. ഞങ്ങൾ കൺസൾട്ട് ചെയ്തിരുന്ന ഒരു ഫേം, അവർ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിൻ്റെ തരംഗം ഓൾറെഡി കേരളത്തിലൊരു പ്രാവശ്യം വന്നു പോയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഫേമിന്റെ പേര് പറയാൻ പറ്റും? പ്രോബ്ലി അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. കാറ്റഗറി അവർ കോസ്മെറ്റിക്സ് കാറ്റഗറിയിലാണ്. അവരെ സോപ്പുകളായിരുന്നു, ഹാൻഡ് മെയ്ഡ് സോപ്പുകളായിരുന്നു. നല്ല ബ്രാൻഡ്, 126ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അവർ ഫസ്റ്റ് റേഞ്ചിൽ അവർ സെയിൽസ് ചെയ്തു തുടങ്ങി, 2 ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. അവർക്ക് ആഫ്റ്റർ ഒരു 4 months കഴിഞ്ഞപ്പം ആണ് അവർ ശരിക്കും ഇതിൻ്റെ ഓഡിറ്റിംഗ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് സെയിൽസിൽ മുഴുവൻ നഷ്ടമാണ് വരുന്നത്. പലപ്പോഴും വിറ്റ സാധനം അവരുദ്ദേശിച്ച പ്രൈസല്ല കിട്ടിയിരിക്കുന്നത്, റിട്ടേൺസ് വരുന്നു, ഡാമേജസ് വരുന്നു, റിട്ടേൺസ് വരുന്ന വേറെ പ്രൊഡക്റ്റുകൾ വരുന്നു. അങ്ങനെ അവർ 6 മാസത്തോളം കഴിഞ്ഞപ്പം അവരിത് കയ്യിൽ നിന്ന് കാശ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തി. അതിനുശേഷം ഒരു മ്യൂച്വൽ ഫ്രണ്ടിൻ്റെ ത്രൂ ആണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഞങ്ങൾക്ക് ഓൾറെഡി നഷ്ടം പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഇത് ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ അവർക്ക് അന്നത്തെ ഇത് വെച്ചിട്ട് ഫ്ലിപ്കാർട്ടിന് അങ്ങോട്ടാണ് കാശ് കൊടുക്കാനുള്ളത്. 27,000 സംതിങ് അങ്ങോട്ട് കൊടുക്കാനുണ്ട് 3 മാസം കച്ചവടം ചെയ്ത് കഴിഞ്ഞ്. ഇവരാദ്യം വിചാരിച്ച് ബാങ്കിൻ്റെ പ്രശ്നമാണ്, ബാങ്കിൽ കാശ് വരാത്തതാണെന്നാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ടാണ് കാശ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവരാകെ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു സംശയമായി. അപ്പോൾ നോക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യണോടത്ത് ഒരു പോയിൻ്റ് ഇടാൻ മറന്നുപോയി. അതായത് 180 ഗ്രാം എന്നുള്ളതിന് പകരം 1.80 1.80 kg എന്ന് പറഞ്ഞിട്ടാണ് അത് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ മൊത്തം പ്രൊഡക്റ്റ് വെയിറ്റ് കാൽക്കുലേഷൻ മാറി കിടക്കുകയാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടി. 150 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 125 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. വേറാസ് ആക്ച്വലി അത് 60 രൂപയ്ക്ക് താഴെ വരേണ്ടതായിരുന്നു. അതൊന്ന്. ഇനി ഈ 135-60 രൂപയ്ക്കായാലും അവർക്ക് നഷ്ടം വരും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി കോമ്പോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കത് അന്ന് തന്നെ കറക്റ്റായിട്ട് പോകുമായിരുന്നു. ഇതേ പ്രശ്നം ആമസോണിൽ അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വേറൊരു കമ്പനി ട്രേഡ് മാർക്കിംഗ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. അപ്പം അവർ കേസ് കൊടുത്തിട്ട് ആമസോണിന് കേസ് റേസ് ചെയ്തിട്ട് അത് ബ്ലോക്കായി കിടക്കുകയായിരുന്നു. റിട്ടേൺസ് വന്ന് പലതും മാറിപ്പോയത് അവർ സമയത്തിന് കേസ് റേസിന്. ഇപ്പോൾ ആമസോണിൽ പ്രത്യേകിച്ച് റിട്ടേൺസ് വന്നു കഴിഞ്ഞാൽ അതിൽ സെല്ലർ ഫുൾഫിൽമെൻറ്റ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ കേസ് റേസ് ചെയ്യണം. വിത്ത് ഫോട്ടോസ് കേസ് റേസ് ചെയ്താൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 99% നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതായത് നിങ്ങൾ വിൽക്കുന്ന കാശല്ല, പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് അവരുടെ കാൽക്കുലേഷൻ, അതായത് ആമസോണിൻ്റെ കമ്മീഷൻ കഴിഞ്ഞിട്ട് വരുന്ന കാശ് നിങ്ങളുടെ ഒരു 10% പ്രോഫിറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള കാശ് തിരിച്ചു തരും, അല്ലെങ്കിൽ അവർ അതിൻ്റെ ക്രെഡിറ്റ്സ് നമുക്ക് തരും. ഇവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരിതൊന്നും ചെയ്തിട്ടില്ല. ഈ ഡാമേജ് വന്നത് അതേപോലെ തന്നെ എഴുതി തള്ളുകയാണ് ചെയ്ത്. ആമസോണിൽ അവർക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് തീരെ ലാഭം ഉണ്ടായിരുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ നഷ്ടം വന്നിരുന്നത് ഈ വെയിറ്റ് കാറ്റഗറിയുടെ പ്രശ്നം കാരണം ഉണ്ടായിരുന്നു. ഇത് രണ്ടും റിസോൾവ് ചെയ്ത് 3 മാസം കൊണ്ട് അവരുടെ മൊത്തം ഇ കൊമേഴ്സ് ബിസിനസ്സിനെ അവർക്ക് റിവൈവ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ളൊരു ഫേമാണ്. അവരിപ്പോൾ നെക്സ്റ്റ് പെർഫ്യൂമറീസിലേക്ക് കൂടിയും അവർ കിടക്കുകയാണെന്നാണ് അവർ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം കൺസൾട്ടിങ്ങിന് പറഞ്ഞപ്പോൾ അപ്പോൾ ചെറിയൊരു സാധനമാണ്, പക്ഷേ ഇത് ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് വരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പം ഇതേപോലെ പണ്ട് ആമസോണിൽ വിറ്റ് നഷ്ടം പറ്റിയ കാരണം അല്ലെങ്കിൽ എനിക്ക് റിട്ടേൺസ് കുറേ വന്നു, ആ റിട്ടേൺസ് വന്നതിൽ എന്നെ പറ്റിച്ചു, ആമസോൺ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ 1-2 ആൾക്കാരെ ഞാൻ ഇതേപോലെ പരിചയപ്പെട്ട് അവരുടെ പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, അതായത് അവർക്ക് അറിയുന്നില്ലായിരുന്നു, അതായത് ഇങ്ങനൊരു ഡാമേജ് ആയിട്ടൊരു പ്രൊഡക്റ്റ് റിട്ടേൺ വരികയാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടെന്ന്. ഇതിൽ രസകരമായിട്ടുള്ള സംഭവം, ഇതിൽ 1-2 പേര് ഇവർ ഈ സാധനം കൊണ്ടുവരുന്ന ആൾക്കാരെ ചീത്ത പറയലും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 മാസം മുമ്പ് എന്തൊരു ഫേസ്ബുക്കിലോ മറ്റോ ഞാൻ അതേപോലൊരു സംഭവം ഒരാൾ റീലിട്ടിരിക്കുന്നത് കണ്ടു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അയാളൊരു കൊറിയർകാരനാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും രണ്ടിലും ഒരു ഗ്രീവിയൻ റീഡേഴ്സൽ പ്രോഗ്രാം ഉണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ എന്നിരുന്നാലും മുഴുവൻ പൈസ പോലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാശ് കിട്ടും. ആമസോണിൽ ഐ ക്യാൻ ഗ്യാരണ്ടി നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല വെച്ച് കഴിഞ്ഞാൽ 95% നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. 2, ആമസോണിൻ്റെ കമ്മീഷൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും രണ്ടിലാണെങ്കിലും ടൂൾസ് അതിൽ തന്നെ ഉണ്ട്, നമുക്ക് അറിയാം. അതിൻ്റെ കൂടെ സാധാരണ പറ്റുന്ന അബദ്ധം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് അയക്കുന്നതിൻ്റെ വോളിയൂംസാണ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത് കുറവായിരിക്കും. അപ്പോൾ ആമസോൺ സാധാരണ നിങ്ങളുടെ അടുത്ത് പറയുക 1/2 കിലോന് ഇത്ര രൂപ,
1/2 കിലോന് മുകളിൽ ഇത്ര അവരുടെ സ്ലാബ്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അടിയിൽ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റാണ്, വോളിയം കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയമാറ്റിക് ഇത് പലപ്പോഴും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സാനിറ്ററി പാഡ്സിൻ്റെ ഒരു മദർ കെയർ പാഡ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് വോളിയം പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ വെയിറ്റ് കാൽക്കുലേഷനിലെല്ലാം വർക്ക് ചെയ്യുക. മൊത്തം അതായത് ഒരു 450 റുപ്യയുടെ ഒരു പ്രൊഡക്റ്റിന് ആകെ കൂടി വെയിറ്റ് വരുന്നത് 350 ഗ്രാമാണ്. പക്ഷേ അത് വോളിയം വൈസ് ആകുമ്പോൾ വലുതായി. ഇപ്പോൾ അഡൽട്ട് ഡയപ്പേഴ്സ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് മാക്സിമം കോമ്പാക്റ്റായിട്ട് നിങ്ങൾ പാക്ക് ചെയ്ത് ഒരു ഫിക്സഡ് പാക്കിംഗ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നികത്താൻ പറ്റും. പിന്നെയും നഷ്ടങ്ങൾ വരുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ കോംബോ പാക്കായിട്ട് നിങ്ങൾക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഴിക്കോട് വന്നിരുന്ന കേസ് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അതിൽ ചെറിയ കറക്ഷൻസ് അവർക്ക് നല്ല ഡിഫറൻസ് വരുത്തി. സോ ഇറ്റ് ഹാപ്പൻസ്. ഈ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ മലയാളികളെ സംബന്ധിച്ച്, മലയാളികൾ മാത്രമല്ല എല്ലാവരും ഇ കൊമേഴ്സ് രംഗത്തേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. അത് ഓർഡർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ എൻ്റർപ്രണേഴ്സ് ഈ മേഖലയിലേക്ക് വലതുകാൽ വെക്കുന്നതൊക്കെ ആ ഒരു സമയത്തായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അടുത്തറിയാവുന്ന ഗീതാസ് ഹോം ടു ഹോം, ഗീതയും സലീഷും ഒക്കെ അവരുടെ ഒരു പ്രൊഡക്റ്റ്, അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇ കൊമേഴ്സ് മേഖലയിലേക്ക് കടന്നു വരികയും അത് ഇതിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലറിഷ് ആവാനും ഇടവരുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സാമ്പിളിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ ആ സമയത്തെ അവരുടെ ഒരു ഗ്രോത്തിനെ താങ്കൾ നോക്കി കാണുന്നത്? കോവിഡ് സമയത്ത് പലരും അവരുടെ റെഗുലർ ബിസിനസ് ചാനലിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് ഇ കൊമേഴ്സിലേക്ക് എടുത്തു ചാടാൻ ഉള്ള കാരണം ഉണ്ടായത്. സൊല്യൂഷൻ ഗീതിനെ സംബന്ധിച്ചോളം അവർക്ക് ദേ ഹാവ് എൻ എക്സലന്റ് പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് വളരെ നല്ല യൂണീക്ക് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അവരുടെ അടുത്ത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ ഇത് കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തിക്കാനുള്ള വാതിലടഞ്ഞു കോവിഡ് വന്നപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സാധനം എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ട് സാധനം വെച്ചിരിക്കുന്നത് കടകളിൽ എത്തിക്കാൻ പറ്റില്ല. പുതിയ ബ്രാൻഡായതുകൊണ്ട് കടക്കാർ എടുക്കാനുള്ള മടിയുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ആമസോണിനെ കുറിച്ചും ഇ കൊമേഴ്സ് മൊത്തം ഇ കൊമേഴ്സിനെ കുറിച്ചിട്ടും ആലോചിക്കുന്നത്. തുടങ്ങിയപ്പോൾ അവരുടെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ A+ ലിസ്റ്റിംഗ്, ബ്രാൻഡിങ് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എപ്പോഴും സാധാരണ ലിസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺസെപ്റ്റ്, വളരെ പുതുമയുള്ളൊരു കൺസെപ്റ്റാണ്. എന്താണ് സാധനം എന്നുള്ളത് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ ഒരു കടയിലാണെങ്കിൽ ഒരു പ്രൊമോട്ടറിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കാൻ പറ്റും. അവരെ സംബന്ധിച്ചും ടി വി അഡ്വർടൈസ്മെൻറ്റ് കുറച്ച് ഹൈ കോസ്റ്റ് ആയതുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അങ്ങനെയാണ് ഇ കൊമേഴ്സിനെ അവരെടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ആദ്യം ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്ത് ആ ബ്രാൻഡിൽ കഥ പറയാൻ പറ്റും. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പോഴും ആമസോണിൽ അവരുടെ ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരുടെ ആ കുർക്കുമിയിൽ എന്നുള്ള പ്രൊഡക്റ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, അത് എന്തുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ഡ്രിങ്ക് ആവുന്നത്, മാറ്റാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കതിൽ പറയാൻ പറ്റി. സോ നാച്ചുറലി അവർക്ക് പുതിയൊരു കൺസ്യൂമർ ബേസ് ഓപ്പണായി. അവരുടെ അടുത്തൊരു പ്രശ്നം ഫുഡ് പ്രൊഡക്റ്റ് ആയ കാരണം കൊണ്ട് എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റില്ല. ആമസോൺ ഈസ് സൊല്യൂഷൻ ഫോർ ദാറ്റ്. അവർക്ക് FSI ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈസൻസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അവരുടെ ഫാക്ടറി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്ന് ആമസോണിന് പിക്ക് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെ അന്ന് ഞങ്ങളുടെ ഓപ്പറേഷൻസ് സൈഡിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ ത്രൂ ആണ് അവർ വിട്ടത്. അവരുടെ പ്രശ്നത്തിനെ സോൾവ് ചെയ്തു. അവരുടെ പ്രൊഡക്റ്റിനെ നമുക്ക് കൂടുതൽ ആൾക്കാരോട് പറയാനും പറ്റി. അവരുടെ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അവർ ആമസോണിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രമല്ല, അവർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൂടിയും അതിൻ്റെ കൂടെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറയുകയും അവിടേക്ക് സെയിൽസ് കൊണ്ടുവരും. അതിൻ്റെ ത്രൂ ചെയ്തൊരു ഇതാണ്. അടുത്ത അവരുടെ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാക്കേജിങ് ഒരു വലിയ പ്രശ്നമായിരുന്നു. അവരുടെ കുപ്പി ഗ്ലാസ്സുകളാണ് വരുന്നത്, ഡാമേജുകൾ വരുമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഞങ്ങൾ കൂടി ഇരുന്ന് കണ്ടുപിടിച്ച് പാക്ക് ചെയ്ത് ഡാമേജസിനെ ഓൾമോസ്റ്റ് 99% ഇല്ലാതാക്കി. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 100 ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ പൊട്ടിയിട്ട് വരിക എന്നല്ലാതെ അവരുടെ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രശ്നം അതായിരുന്നു. റിവ്യൂസിൽ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ്, പക്ഷേ എനിക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും പൊട്ടിയിട്ടാണ് വന്നത്. അങ്ങനത്തെ റിവ്യൂസും കാര്യങ്ങളായിരുന്നു. അതേ ആൾക്കാർ തന്നെ രണ്ടാമതും അവർക്ക് പോസിറ്റീവ്, അത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണമാണ്. അത് പറയാൻ പറ്റി എന്നുള്ളതാണ് ആമസോണിൻ്റെ കൊണ്ടുതന്നെ നമുക്കുണ്ടായ ഗുണം. അപ്പം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ കോവിഡ് കാലത്ത് അവരെ സസ്റ്റെയിൻ ചെയ്ത് പോകാനും അത് ആമസോണും ഇതും നന്നായിട്ട് 6 വർഷത്തോളമായി അവരെ സംബന്ധിച്ചോളം ആ ബ്രാൻഡ് 2 തരത്തിലും ഓഫ്ലൈനും ഓൺലൈനും നന്നായിട്ട് പോകുന്നുണ്ട്. ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ് ഫോർ ദെയർ ഫ്യൂച്ചർ ഓൾസോ. ഇപ്പോൾ ഗീതാസ് ഹോം ടു ഹോം ആണെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള ആളുകളുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ അവലംബിക്കുന്നവരും പുതിയ ഒരു എൻ്റർപ്രണറായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവരും, 2 രീതിയിലുള്ള എൻ്റർപ്രണേഴ്സിനെയും താങ്കൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഇതിനെപ്പറ്റി ആൾക്കാർ കൂടുതൽ അറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ കൊമേഴ്സിൻ്റെ ഒരു സാധ്യതകൾ. പുതിയ കാലത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, ഇപ്പോൾ കേസ് സ്റ്റഡി എന്നൊക്കെ നമ്മൾ പറയും, അപ്പോൾ അതുപോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സ്ട്രോങ് കാറ്റഗറി ഹെർബൽ ആയുർവേദ ഇതാണ്. ഞങ്ങളുടെ ഏറ്റവും രസകരമായിട്ടും ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് പറയാൻ പറ്റുന്നതും തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഞങ്ങളെ അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ യങ് ജനറേഷനാണ്
ഇ കൊമേഴ്സിലേക്ക് വരണമെന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയം. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ എക്സിസ്റ്റിംഗ് ഓഫ്ലൈൻ സെയിൽസിനെ ഇത് ബാധിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അതിനെ റിസോൾവ് ചെയ്യാനുള്ള പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്കൊരു 3 മാസം കൊണ്ട് അവരുടെ ടേൺ ഓവർ, അവരുടെ ഓഫ്ലൈൻ ടേൺ ഓവറിൻ്റെ 6 ഇരട്ടി 3 മാസം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതിനുശേഷം മനഃപൂർവ്വം നമുക്ക് സെയിൽസ് ഒന്ന് സ്ലോ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി സെയിൽസിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൂട്ടാനായിട്ട്. ആൻഡ് അന്ന് അവർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു 6 മാസം കൊണ്ട് ആ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ തിരിച്ചു പിടിക്കുക മാത്രമല്ല, 3000 മാസം സെയിൽസ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഏതാണ്ട് 60,000 ബോട്ടിൽ ഇൻ 14 ഡേയ്സ് 60,000 ബോട്ടിൽ അവർക്ക് പോലും ആദ്യം അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ പ്രൊഡക്ഷൻ ഇത്രയും കുറഞ്ഞത്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു റെഗുലർ പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ഒരു ഓൺട്രപ്രീനറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ റിസ്ക് എടുക്കുമെങ്കിലും ആ റിസ്കിനൊരു പരിധിയുണ്ട്. അവരുടെ ഹിസ്റ്ററി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഇ കൊമേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. മറ്റേത് വളരെ അവർക്ക് എത്തിപ്പെടാവുന്ന റീച്ചിൽ മാത്രമേ അവർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അവരുടെ പ്ലാനിങ് അതനുസരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ സംസാരിച്ചപ്പോൾ അവർ റെഡി ആയിരുന്നെങ്കിലും കൂടെ അവർ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ നന്നായിട്ട് ഞങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് അത് ദർ വാസ് ടൈം, അതായത് ആമസോണിൽ ആ പെർട്ടിക്കുലർ കാറ്റഗറിയിൽ MNCസിനെക്കാട്ടും മുകളിൽ ഇവരുടെ ബ്രാൻഡ് വന്നു തുടങ്ങി. അതൊരു കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂസ് ചെയ്തു, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് യൂസ് ചെയ്തു, ആമസോൺ അഡ്വർടൈസ്മെൻറ്റ്സ് യൂസ് ചെയ്തു. ഇപ്പോൾ ആ ബ്രാൻഡ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ആമസോണിൻ്റെ എല്ലാ വെയർഹൗസിലും സാധനമുണ്ട്. ഇന്ത്യയിൽ എവിടെ വന്നിട്ട് ഒരാൾ ഓർഡർ ചെയ്താലും വിത്തിൻ 12 hours സാധനം കിട്ടും. ഈ ആമസോൺ നൗ ഉള്ള പല സ്ഥലത്തും ഈ സാധനം ഓൺ ടൈം ഡെലിവറി ചെയ്യാനും പറ്റി. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ബ്രാൻഡ് ബിൽഡിങ്ങും ഉണ്ടായി, റവന്യൂ ബിൽഡിങ്ങും ഉണ്ടായി. എഗെയിൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇ കൊമേഴ്സിൻ്റെ ഒരു വാസ്റ്റ് ഓഷ്യനാണത്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്കതൊന്ന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറാസ് റെഗുലർ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ലിമിറ്റേഷൻസ് ധാരാളമുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള സമയം, അതിൻ്റെ ക്രെഡിറ്റ് ടൈം, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ. ഇവിടെ അത് വരുന്നില്ല. ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് മാത്രമല്ല. ആമസോണിൽ നിങ്ങൾക്ക് കേരളം അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മാത്രമായിട്ടുള്ള അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ ഓവർ ഇന്ത്യയാണ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇത്ര മണിക്കൂറിനുള്ളിൽ എത്തിക്കാം അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട്. ആ ഭാഗത്തുള്ള ആൾക്കാരെയാണ് കൂടുതൽ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും സെയിൽസേ കിട്ടുകയുള്ളൂ. അവിടെയാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ റോൾ വരുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ സജസ്റ്റ് ചെയ്യും നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിലാണ് ഈ പ്രൊഡക്റ്റ് വെക്കേണ്ടത്. ആമസോണിൻ്റെ വെയർഹൗസിൽ, അതായത് ഫുൾഫിൽ ബൈ ആമസോൺ എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളതിൽ ട്രെൻഡ് കാണുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ ഭാഗത്തു നിന്ന് എൻക്വയറീസ് വരുന്നുണ്ട്, പക്ഷേ കൺവേർഷൻ ആവുന്നില്ല. കാരണം അത് നോക്കുമ്പം 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം ഇതിൻ്റെ ഈ 5 ദിവസം കാണിക്കുമ്പോൾ തന്നെ വേറെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, അയാൾ അത് മേടിക്കും. അപ്പോൾ 1-2 പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ ആമസോൺ തന്നെ അങ്ങനത്തെ പ്രൊഡക്റ്റുകളെ കാണിച്ചു തുടങ്ങുകയുള്ളൂ. അവിടെയാണ് ഞങ്ങളുടെ അഡ്വൈസ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിൽ പ്രൊഡക്റ്റ് വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആവും. അപ്പം ആ ഏരിയയിലത്തെ സെയിൽസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ആദ്യം സൗത്ത് കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം സൗത്ത് ടാർഗറ്റ് ചെയ്തു, പിന്നെ വെസ്റ്റിൽ അല്ലെങ്കിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ നോർത്തിൽ ഏതാണോ ഐഡിയൽ ആയിട്ടുള്ള ആ ഭാഗത്ത് നമ്മളൊരു ഫുൾഫിൽമെൻറ്റ് സെൻറ്റർ തുടങ്ങുന്നു. ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ബ്രാൻഡ് ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി 6 മാസം കൊണ്ട് പാൻ ഇന്ത്യ എല്ലായിടത്തും, അതായത് ആദ്യം 6 സ്റ്റേറ്റുകളിൽ, കേരളത്തിൻ്റെ പുറത്ത് 6 സ്റ്റേറ്റ്, ഇപ്പം 24 സ്റ്റേറ്റിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഓഫ്ലൈൻ മാർക്കറ്റും കൂടി. അപ്പോൾ നാച്ചുറലി എന്ന് വെച്ചാൽ ഇത് ഓൺലൈൻ കാണുമ്പോൾ എൻക്വയറീസ് വരും, അവരുടെ ഓഫ്ലൈൻ മാർക്കറ്റും കൂടും. നിങ്ങളുടെ ബ്രാൻഡിനെ ഓൾ ഓവർ ഇന്ത്യ എത്തിക്കണമെങ്കിൽ ഇ കൊമേഴ്സാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇത്. എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്ലോബലാണ്. അതും ഇതിൽ പോസിബിളാണ്. ഇപ്പോൾ ഒരു കോവിഡിന് ശേഷമാണെങ്കിൽ ഈ കൊമേഴ്സിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി ഒരു കൃത്യമായൊരു അവയർനെസ് ഉണ്ട്. പക്ഷേ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഇതിനെപ്പറ്റി ആർക്കും വലിയ കൃത്യമായൊരു ധാരണയൊന്നുമില്ല. ഇത് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുക, എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുക, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റും. മൈനസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഒരു 10 വർഷം മുമ്പ്. പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മളൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂല്യം, അതിനൊരു താരത്തിളക്കത്തിരി കൂടുതലാണ്. ആ സമയത്ത് താങ്കളെ പ്രചോദിപ്പിച്ച ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കോവിഡിന് മുൻപെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഭാഗത്ത്, അതായത് ഇ കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയാം. ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി ഇ കൊമേഴ്സ് ചെയ്യുന്നത്. ഞങ്ങൾ ട്രഡീഷണലായിട്ട് ഒരു സർജിക്കൽ കമ്പനിയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഒരു മെറ്റർണിറ്റി പാഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ മെറ്റർണിറ്റി എന്ന് പറയുന്നത് പ്രസവത്തിന് യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ്സാണ്. ഇപ്പോഴത്തെ ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ് മേടിക്കുക, അല്ലെങ്കിൽ അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത്, അമ്മായിമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് 4 പാഡ് കൊണ്ടുവരാൻ പറയും, അത് യൂസ് ചെയ്യായിരുന്നു. ഇതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ ട്രഡീഷണലായിട്ട് ഞാനൊന്ന് വർക്ക് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ കമ്പനി ആയതുകൊണ്ട് അവർ
ട്രഡീഷണലായിട്ട് ഹോസ്പിറ്റലിൻ്റെ ത്രൂ ആണ് സാധനം വിറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ കൊമേഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റില്ല, കൊമേഴ്സ് മാർക്കറ്റ് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എല്ലാവരും പോകുന്നത്. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ കാറ്റഗറി കാണില്ല. ഒരു മെറ്റർനിറ്റി പാഡ് എന്നുള്ളൊരു കാറ്റഗറി അന്നില്ല. അന്ന് സാനിറ്ററി പാഡ് എന്നുള്ളൊരു കാറ്റഗറിയേ ഉള്ളൂ. അപ്പോൾ സാനിറ്ററി പാഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ സ്റ്റേ ഫ്രീ അങ്ങനത്തെ അതേപോലത്തെ വലിയ വലിയ ബ്രാൻഡുകളാണുള്ളത്. 6 രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, ഒരു പാഡിന് ഏതാണ്ട് 35 രൂപയോളം വില വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവില്ല എന്നൊരു നെഗറ്റീവ് ആയിരുന്നു എനിക്കുള്ള പ്ലസ് പോയിന്റ്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കാറ്റഗറിയുമായിട്ട് സാനിറ്ററി പാഡിൽ തന്നെ പ്രൊഡക്റ്റ് ആദ്യം ലോഞ്ച് ചെയ്തു. മെറ്റർനിറ്റി ടാർഗറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്തു. A+ ലിസ്റ്റിംഗ് യൂസ് ചെയ്ത് അതിനെക്കുറിച്ച് പറഞ്ഞു, എന്താണ് ഡിഫറൻസ്, സാധാരണ പാഡുകളുടെ കപ്പാസിറ്റി എന്താണ്, ഒരു പ്രസവത്തിന് ശേഷം വരുന്ന ഔട്ട്ഫ്ലോയ്ക്ക് വേണ്ട കപ്പാസിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആമസോണിൻ്റെ അഡീഷണൽ ലിസ്റ്റിംഗ് കൂടെ വിഷ്വൽസായിട്ടും അതിലുള്ള ഇൻഫോഗ്രാഫിക് ബോക്സസ് ആയിട്ടും പറയാൻ പറ്റി. ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം സൗത്ത് ഇന്ത്യയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്തു. അന്ന് ആമസോണിൽ മേജർ റീസെല്ലേഴ്സ് ഉണ്ട്. അതായത് ക്ലൗഡ്ടെയിൽ പോലെ ആമസോണിന് തന്നെ 50% ഇതുള്ള അവരുടെ റീസെല്ലേഴ്സ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ ഗ്രോത്ത് കണ്ട് അവർ കമ്പനി അപ്രോച്ച് ചെയ്തു. ഈ പ്രൊഡക്റ്റ് അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസിവിറ്റി ഞങ്ങൾ കൊടുത്തില്ല, പക്ഷേ അവർ അവിടുന്ന് പ്രൊഡക്റ്റ് എടുത്തു. അവർ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ പ്രൊഡക്റ്റിന് അവൈലബിലിറ്റി വന്നു. കമ്പനിയുടെ ഓൺലൈൻ സെയിൽസ് കൂടും ചെയ്തു. ഓഫ്ലൈൻ സെയിൽസ്, അതായത് ഹോസ്പിറ്റൽ സൈഡിലും ഈ പ്രൊഡക്റ്റിൻ്റെ അവയർനെസ് കൂടുന്നു. കമ്പനിക്ക് റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ലാത്ത ഭാഗത്ത് കൂടിയും ഹോസ്പിറ്റലുകളിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആവാൻ തുടങ്ങി. ആ കാറ്റഗറിയിൽ ഒരു ജനറിക് നെയിമായിട്ട് ആ പ്രൊഡക്റ്റ് മാറി. അതായത് ഇന്ന് സിറോക്സ് എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പീൻ്റെ സിറോക്സ് ജനറിക് ആയ പോലെ ആ ബ്രാൻഡ് ഈ മെറ്റർനിറ്റി പാഡിൽ ഒരു ജനറിക് ബ്രാൻഡ്, ആ ഒരു പർട്ടിക്കുലർ പേരാണ് ഇപ്പോൾ ഒരു എല്ലാ ഹോസ്പിറ്റലും ഡോക്ടർമാർ അല്ലെങ്കിൽ സിസ്റ്റർമാർ ഇവരെടുത്ത് പറയുക. ഓൺലൈനിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് വോളിയൂംസ് ഉണ്ടാകുന്ന ഒരു ബ്രാൻഡ് നെയിമായിട്ട് മാറി. ഇപ്പോൾ ഒരു കാറ്റഗറി തന്നെ, സബ് കാറ്റഗറി ആയി. മെറ്റർനിറ്റി പാഡ് എന്നുള്ളൊരു സബ് കാറ്റഗറി ആയി. അപ്പോൾ നമ്മൾ തീരെ വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, അതായത് കാറ്റഗറി കാണുന്നില്ല അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല എന്നുള്ളൊരു പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു കേസ് വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് സാധനവും കൊമേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് വിൽക്കാൻ പറ്റും. ഓൺലി തിങ് ഈസ് അത് നിങ്ങൾ എങ്ങനെ ആ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആ പ്രൊഡക്റ്റിൻ്റെ ഇത് വരിക. അതിലാണ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത്. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ്. അന്ന് 10 കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് നമ്മളിത് ഫിസിക്കലി ഈ പരിപാടികളൊക്കെ ചെയ്യണം. അതായത് നമ്മൾ പ്രൊഡക്റ്റ് റിസർച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റുകൾ, കീവേഡ് റിസർച്ച്, ഇതൊക്കെ 4-5 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചാറ്റ് ജിപിടിയും ആമസോണിൻ്റെ തന്നെ ടൂൾസ് ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അറിയണമെന്നേ ഉള്ളൂ. അവിടെയാണ് ഞങ്ങളെപ്പോലത്തെ, അതായത് നിങ്ങൾ ഒരാൾ പഠിച്ച് ചെയ്യുന്നതിനെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റും. അതിനെ കീവേഡ് ഹാർവസ്റ്റിംഗ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് 100% കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ സാമ്യമുള്ള കീവേഡ്സൊക്കെ യൂസ് ചെയ്യുന്നു. അതിൻ്റെ റിപ്പോർട്ട്സ് റെഗുലർ ഇൻ്റർവെൽസിൽ റീഡ് ചെയ്തിട്ട് കീവേഡുകൾ ഉണ്ടാക്കിയെടുക്കുന്നു, ഹാർവെസ്റ്റ് ചെയ്യണു. അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ആ പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ഒരു സ്പെസിഫിക് ഇത് കിട്ടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാമെന്ന് വയ്ക്കുക. ആമസോണിൽ 2 തരത്തിൽ കാണിക്കും. ഒന്ന് ആമസോൺ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. 2 നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആ കാറ്റഗറിയുടെ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. 3 മൊത്തം ഇതിൻ്റെ, അതായത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ പോകും. നമ്പർ 1 ഇൻ ഈ ബ്രാൻഡിൽ, നമ്പർ 1 ഇൻ ദിസ് സബ് കാറ്റഗറി, നമ്പർ 20 ഇൻ കാറ്റഗറി, അങ്ങനെ 3 തരത്തിൽ വരും. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കീവേഡ് ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടുവരാനും പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യുമ്പോൾ മുകളിലേക്ക് കൊണ്ടുവരാനും ധാരാളം ഇതുണ്ട്. സോ നിങ്ങൾ ഒരു ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ വീക്കിലി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുണ്ടാക്കുന്നതിൻ്റെ ഒരു 1/4 സമയം, അതിനെക്കാട്ടും കുറവ് കാശും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള കൺസ്യൂമർ അവെയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ടു ആൻസർ യു, ആ കാലഘട്ടത്തിൽ 10 കൊല്ലം മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു കാറ്റഗറി, മെറ്റർനിറ്റി പാഡ് എന്നുള്ളൊരു കാറ്റഗറി ഇല്ലാത്തൊരു ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് അതിനെ സക്സസ്ഫുള്ളാക്കി ക്രൂഡ്സിൻ്റെ ബിസിനസ് ഉണ്ടാക്കി. ഇൻഫാക്ട് കോവിഡ് വന്ന സമയത്ത് ആ പെർട്ടിക്കുലർ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ സെല്ലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് മാറിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ട്രോമ കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. വണ്ടികൾ ഓടാത്ത കാരണം ട്രോമ കുറവാണല്ലോ. പക്ഷേ പ്രസവവും കാര്യങ്ങളും നിൽക്കുന്നില്ലല്ലോ. അപ്പം അതൊരു വലിയൊരു ബ്രാൻഡായി. മാത്രമല്ല അവരൊരു ഓവർ ദ കൗണ്ടർ സെയിൽസിൻ്റെ ഒരു ഇതായ പ്രൊഡക്റ്റ് മെറ്റർനിറ്റിക്ക് മാത്രമല്ല അതല്ലാതെയും ആൾക്കാർ അതിൻ്റെ ഗുണം കണ്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും
രണ്ടാമത് റീപർച്ചേസ് വരുമല്ലോ, നിങ്ങളുടെ ഫിക്സഡ് കസ്റ്റമറായി. അപ്പം ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മെറ്റർണിറ്റിക്ക് മാത്രമല്ല റെഗുലർ പീരീഡ്സിൽ യൂസ് ചെയ്യാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനത്തെ ആൾക്കാരെ യൂസ് ചെയ്യാൻ തുടങ്ങി. സോ നാച്ചുറലി ഇത് മാർക്കറ്റ് ഗ്രോ ചെയ്തു. ഈ പുതിയ ഒരു കാറ്റഗറി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പുതിയ കാറ്റഗറിയിൽ സൃഷ്ടിക്കുകയും അതിലൂടെ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുകയും പിന്നീട് അതൊരു വലിയ കാറ്റഗറി ആയി തന്നെ മാറുകയും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള കാറ്റഗറിയിൽ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് വലിയ കോമ്പറ്റീഷൻ കടുത്ത് നിൽക്കുന്നൊരു മേഖലയായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് എടുക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു 10-100 സോപ്പുകളെങ്കിലും ഉണ്ട്. പക്ഷെ അവിടെയാണ് നമ്മൾ ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഒരു ഇപ്പോൾ പറയുന്ന പോലെ ഒരു ഓർഗാനിക് എന്നുള്ളൊരു ബ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാളുടെ മനസ്സിൽ ഒരുപാട് പേടിയുണ്ടായിരിക്കും, ഇത്രയും ഭീമന്മാരുടെ ഇടയിൽ നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവിടെ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് താങ്കൾ അയാളെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഈ പ്രൊഡക്റ്റ് ഇവരുടെ അതേ വരിയിലെത്തുമ്പോൾ വലിയ ഭീമന്മാരുടെ സൈഡിൽ നിന്ന് താങ്കൾക്ക് കോൾ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ ഇതിന് 2 തരത്തിൽ ഞാൻ ആൻസർ പറയാം. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി അപ്പോൾ പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുകയാണ്. ആമസോണിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ആമസോൺ നമുക്കൊരു വിൻഡോ തരും. അതായത് അവർക്കും അറിയാം നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റാണ്, ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ആമസോൺ അതിനൊരു ബൂസ്റ്റ് തരും. പലർക്കും ഇതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് കറക്റ്റാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് കറക്റ്റാണ്, നിങ്ങൾ റൺ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് കറക്റ്റാണ്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്സ് അപ്ലോഡ് ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ വമ്പന്മാരുടെ കൂടെ തന്നെ ഇതിനെ കാണിക്കാൻ തുടങ്ങും. ട്രെൻഡിങ് കൊണ്ടാണ് അവരത് കാണിക്കുക. ആ ആദ്യത്തെ 20 ദിവസം ആമസോണിൻ്റെ വിൻഡോ പീരീഡിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് മറ്റേ ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഇത് ആൾക്കാരുടെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ പുതിയൊരു ബ്രാൻഡാണ്, എനിക്ക് ഈ ആദ്യത്തെ ഒരു സംശയം ഉണ്ടല്ലോ, എനിക്കിതിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത്, അതൊരു ഹെൽപ്പായിട്ടുള്ളൊരു കാര്യം ആമസോൺ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാത്തതും ഇങ്ങനൊരു ഹെൽപ്പ് ഉണ്ടെന്ന് അറിയാത്തതുമുള്ള കാരണം കൊണ്ടാണ് പലപ്പോഴും പുതിയ ലോഞ്ചുകൾ ഫെയിലിയറായി പോകുന്നത്. ഈ സമയത്ത്, അതായത് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങൾ കറക്റ്റായിട്ടാണ്, ഹോംവർക്ക് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡക്റ്റിനെ ഇത് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഭാഗം, ഓഫ് കോഴ്സ്, അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കണ്ട് അതേ കാറ്റഗറിയിൽ നിന്നല്ല, പക്ഷേ വേറൊരു വലിയൊരു ആയുർവേദ കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ, ഈ റേഞ്ചിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരും ഈ പല മിസ്റ്റേക്കും വരുത്തി വേണോ വേണ്ടേ ശങ്കിച്ച് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ചും വലിയൊരു കീ ബ്രാൻഡാണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ്, അപ്പോൾ അവർ ഈ കറക്ഷൻ കണ്ടതും ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് അവർ വരുന്നത്. നമ്മൾ ഈ ബ്രാൻഡിന് വേണ്ടി ഹെൽപ്പ് ചെയ്തപ്പം അവരുടെ നിന്ന് സോഴ്സ് ചെയ്യുന്നൊരു മാനുഫാക്ചർ ആയിരുന്നു അത്. അവരോട് ചോദിച്ച് അവരുടെ ത്രൂ വന്ന് നമുക്കങ്ങനെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ യെസ്, ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഞങ്ങൾ വേറെ ബിസിനസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു എത്തിക്സ് അനുസരിച്ച് നമ്മൾ ഒരു കാറ്റഗറിയിൽ ഒരേപോലത്തെ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മിസ്ട്രസ്റ്റ് ഉണ്ടാക്കും. ഇപ്പം ഞാനൊരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡ് അത് എത്ര വലുതാണെങ്കിലും ഇപ്പം എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ എത്രത്തോളം കോൺട്രാക്റ്റ് ഉണ്ട്, ഏതുവരെ എൻ്റെ NDA ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടോ അതുവരെ ഞങ്ങൾ നെക്സ്റ്റ് ബ്രാൻഡ് എടുക്കില്ല. ഈവൻ ഔട്ട്സൈഡ് ഇതിന് വരികയാണെങ്കിൽ നമ്മൾ സാധാരണ പറയണം, അത് ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. അതിന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. ഇവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അത് ഞങ്ങളുടെ ഒരു ബിസിനസ് എത്തിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ ഞങ്ങൾ മനഃപൂർവ്വം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ, അതുപോലെ പുതിയ കാറ്റഗറികളൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഒരു ആളെന്ന രീതിയിൽ, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുമായി വരുന്നവർക്ക് ഒരു കാറ്റഗറി താങ്കളുടെ ഭാഗത്തുനിന്ന് സജസ്റ്റ് ചെയ്ത ഒരാളെന്ന രീതിയിൽ ഇനി കേരളത്തിൽ സാധ്യതയുള്ള ഒരു കാറ്റഗറി പ്രവചിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ താങ്കളൊരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്? കേരളത്തിൽ സ്കോപ്പുള്ള കാറ്റഗറിയാണ് ഒന്ന് പേഴ്സണൽ കെയർ. പേഴ്സണൽ കെയറിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ ആയുർവേദ പ്രൊഡക്റ്റുകൾ പലതും വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അണ്ടർ ആം ബ്ലാക്ക് അങ്ങനത്തെ റിമൂവ് ചെയ്യുന്ന, അങ്ങനെ ആയുർവേദത്തിൽ അങ്ങനത്തെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. പേഴ്സണൽ കെയർ ഒരു ഗ്രൂയിങ് സെഗ്മെൻറ്റാണ്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് വരുന്ന എൻക്വയറിയിൽ ഒരു 10 എൻക്വയറി വരികയാണെങ്കിൽ 4 ഹെയർ ഓയിലിനാണ്. ഈ ഹെയർ ഓയിൽ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. ഈ കൊമേഴ്സിൽ മാത്രമല്ല, ആസ് സച്ച് ബിസിനസ്സിൽ ഹെയർ ഓയിൽ ഒരു സ്റ്റാഗ്നേറ്റ് സാധനമാണ്. പക്ഷേ പേഴ്സണൽ കെയറിൽ ധാരാളം പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന്, താങ്കളുടെ ചോദ്യത്തിന് പേഴ്സണൽ കെയർ വലിയൊരു മാർക്കറ്റാണ്, കാറ്റഗറിയാണ്. 2, ഇമിറ്റേഷൻ ജ്വല്ലറി വലിയൊരു മാർക്കറ്റാണ്, വളരെ ഹൈ ആയിട്ടുള്ള മാർക്കറ്റാണ്.
സാധാരണ മറ്റേ ജുംക്കി അങ്ങനത്തെ സാധനങ്ങളല്ല, അതൊരു ജനറൽ കാറ്റഗറിയാണ്. അതല്ലാതെ ഇപ്പോൾ ബ്രൈഡൽ സെറ്റുകൾ, ടെമ്പിൾ സെറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നത്. അതിൽ തന്നെ കാറ്റഗറി ഉണ്ട്. ഒരു രസകരമായ കാറ്റഗറി അതിൽ വരുന്നതാണ് കൊറിയൻ സ്കിൻ കെയർ പോലെ തന്നെ ഇമിറ്റേഷൻ ജ്വല്ലറി, കൊറിയൻ ജ്വല്ലറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതൊരു വലിയ ഗ്രോയിങ് മാർക്കറ്റാണ്. എൻ്റെ അറിവ് പ്രകാരം കേരളത്തിൽ ധാരാളം ഇതേപോലത്തെ സംരംഭകരുണ്ട്. ഈ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അവരുടേത്, അവരെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു കാറ്റഗറിയാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ പറയുന്നത് ഈ ഇമിറ്റേഷൻ ജ്വല്ലറി അങ്ങനത്തെ. മൂന്നാമത് ഫുഡ് പ്രൊഡക്ട്സ്, ഇപ്പോൾ ഗീത ഉള്ള പോലത്തെ ആ റേഞ്ചിലുള്ള. പക്ഷേ ഫുഡിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 മാസം നമുക്ക് ഷെൽഫ് ലൈഫുള്ള പ്രൊഡക്റ്റാണ് ആമസോണിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ പാക്ഡ് ഫുഡുള്ള കമ്പനിക്കാർ, അതും നമ്മുടെ കേരളത്തിൽ വലിയൊരു മാർക്കറ്റാണ്. ഞങ്ങളിപ്പം ഓൾറെഡി 1-2 പേരുമായിട്ട് ഡിസ്കഷനിലുണ്ട്. റെഡി ടു കുക്ക് ഫുഡ് വെയർ, അത് SME കാറ്റഗറിയിൽ വരുന്നതാണ്. റെഡി ടു കുക്ക് സെഗ്മെൻറ്റിൽ നമ്പർ 1 MTR ആണ്. നമ്പർ 2 ഓൾറെഡി കേരളത്തിലുള്ള ഒരു കമ്പനിയാണ്, ടേസ്റ്റി നിബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് മറ്റേ നമ്പർ 2 ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ഗ്രോയിങ് മാർക്കറ്റാണ്. അപ്പോൾ പേഴ്സണൽ കെയർ ആയി, ഇമിറ്റേഷൻ ജ്വല്ലറി ആയി. പിന്നെ 4ാമത്തെ ഒരു സെഗ്മെൻറ്റ് ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസിൻ്റെ സെഗ്മെൻറ്റ് പറയുന്നത് റെഡിമെയ്ഡ് ഐറ്റംസ്, കുട്ടികളുടെ ഇൻഫൻറ്റ് വെയേഴ്സ്, കിഡ്സ് വെയേഴ്സ്. ഇതിൽ ആമസോണിൽ മാത്രമല്ല, അവരുടേതായിട്ടുള്ള ഡിസൈനർ ഇതിലേക്ക് അവർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയാവുന്നത്, ആമസോണിൽ അല്ലാതെ പുറത്ത് ചെയ്യുന്നൊരു നമ്മുടെ കുത്തമ്പുള്ളി ബേസ് ആയിട്ടുള്ളൊരു ബ്രദേഴ്സ് ഉണ്ട്. ഓൺലൈൻ മാർക്കറ്റിൽ നന്നായിട്ട് ചെയ്യുന്നൊരു ബ്രാൻഡ് ഉണ്ട്. അവർക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ നല്ല സെയിൽസ് ഉണ്ട്, അതിനെക്കാട്ടും കൂടുതൽ അവർക്ക് ഓൺലൈൻ സെയിൽസ് ഉണ്ടാകും. അവരുടെ ഓഫ്ലൈൻ സെയിൽസ് ഉണ്ടാകുന്നതും പലപ്പോഴും അവരുടെ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളും കണ്ടിട്ടാണ്. അപ്പോൾ ടെക്സ്റ്റൈൽസ് 4ാമത്തെ ഒരു സെഗ്മെൻറ്റ്. ഈ ഒരു 4 സെഗ്മെൻറ്റാണ് ഞാൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഒരു വർക്കിംഗ് ഇപ്പോഴത്തെ ഒരു സംബന്ധിച്ച് നമുക്ക് നല്ല മാർക്കറ്റാണ്. ഈ ഇതിൽ ഫുഡിൽ നമ്മുടെ ഈ പിക്കിൾസ് അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ കവേർഡായിട്ട് വരുമ്പം, ഈ പിക്കിൾസിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നോൺ വെജ് പിക്കിൾസിൻ്റെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഉണ്ടാക്കുന്ന ആൾക്കാരുടെയും ഉണ്ട്, കൺസ്യൂമറിൻ്റെ മാർക്കറ്റും ഉണ്ട്. ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോൺ വെജ് പ്രൊഡക്ട്സിന് അധികം ലിസ്റ്റിംഗ് കാണില്ല. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് എക്സ്പാൻഷൻസ് ഉണ്ടാകാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ പേഴ്സണൽ കെയർ, ഇമിറ്റേഷൻ ജ്വല്ലറി, ഫുഡ് കാറ്റഗറി, അപ്പാരൽസ്. പേഴ്സണൽ ഇതിൽ എടുക്കുകയാണെങ്കിൽ സബ് കാറ്റഗറി ആയിട്ട് ആയുർവേദ പ്രൊഡക്റ്റുകൾ, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, കോസ്മെറ്റിക്സ്, ഇതൊക്കെ അതിൻ്റെ കീഴിൽ വരും. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്റർപ്രനേഴ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ അവരുടെ മുമ്പിൽ അവർക്ക് അവരുടെ ഫസ്റ്റ് ബിസിനസ് സംരംഭമായിട്ട് എടുക്കാവുന്ന സാധനമാണ്. ന്യൂട്രിസ്യൂട്ടിക്കൽസ് അതേപോലെ തന്നെ. ന്യൂട്രിസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ, അതും ഈ പേഴ്സണൽ കെയറിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ മൾട്ടി വൈറ്റമിൻസ്, അതിൻ്റെയൊക്കെ പല, ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കീഴിലും ഫുഡിൻ്റെ കീഴിലും പല പ്രൊഡക്റ്റുകളും വരുന്നുണ്ട്. റെഡി മിക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. മില്ലറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ്, അതൊക്കെ അതിൻ്റെ കീഴിൽ വരും. ഇതിനൊക്കെ പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. യു നീഡ് ടു ഹാവ് എൻ FSI ലൈസൻസ്, ഒരു GST, പിന്നെ നിങ്ങളുടെ ബ്രാൻഡിനെ സംരക്ഷിക്കാനുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഒരു ഫസ്റ്റ് എനിക്കൊരു പരീക്ഷണം നടത്തണം, എനിക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദ കാറ്റഗറീസ്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ഒരു വാണിജ്യ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എൻ്റർപ്രണേഴ്സ് ഉണ്ട്, സംരംഭകരുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റീറ്റെയിൽ സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ആമസോൺ പോലെയുള്ള ടീമുകൾ വരുമ്പോൾ ഇവർക്കാണ് ഏറ്റവും പേടി. കാരണം ഇവരുടെ ഒരു സ്പേസ് ഇവിടെ നിന്ന് ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ഡൗട്ട് അവർക്ക് വരും. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കും സത്യത്തിൽ ഈ എൻ്റർപ്രണേഴ്സിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ആമസോൺ വഴിക്ക് സെല്ല് ചെയ്യാനുള്ളൊരു ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാധ്യതയെ പറ്റി പലർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സൊക്കെ എങ്ങനെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ? റീസെല്ലിംഗ് എന്നാണ് നമ്മൾ പറയുക. എൻ്റെ സ്വന്തം ബ്രാൻഡല്ല, ഞാൻ വേറൊരാളുടെ ബ്രാൻഡ് എടുത്ത് വിൽക്കുന്നതിന് റീസെല്ലിംഗ് എന്നാണല്ലോ നമ്മൾ പറയുക. അത് 2 തരത്തിലുണ്ട്. ഒന്ന്, എക്സിസ്റ്റിംഗ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അത് കൂടാതെ ഓൾറെഡി മാനുഫാക്ചറിങ് ചെയ്ത് പക്ഷേ ആമസോണിൽ ഇല്ലാത്ത ആൾക്കാരുടെ പ്രൊഡക്റ്റ് മേടിച്ച് അവരുടെ ബ്രാൻഡിൽ അവരുടെ ഓതറൈസേഷൻ മേടിച്ച് അവർ അങ്ങനെ റീസെൽ ചെയ്യാൻ പറ്റും. 2 സെഗ്മെൻറ്റ് ഓഫ് റീസെല്ലിംഗ് ഉണ്ട്. ആദ്യ സെഗ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ഓൾറെഡി നല്ല സെയിൽസ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ മേടിച്ച് നിങ്ങൾ അതിനെ റീസെൽ ചെയ്യുന്നു. ഇതിൽ പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പം അതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂടി നിങ്ങൾ വിൽക്കുന്നു. അതായത് സാധാരണ ഇപ്പോൾ ഒരു സർഫ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ്, ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ് ഏത് ബേക്കറിക്കാരോ അല്ലെങ്കിൽ സാധാരണ ഷോപ്പുകാരും വിൽക്കുന്ന പോലെ ആമസോണിൽ നിങ്ങളും വിൽക്കുന്നു. ഇതാണ് എൻ്റെ പ്ലസ് പോയിന്റ്. അതിൽ ആ ASIന് നിങ്ങൾ ഓതറൈസേഷൻ മേടിച്ച് അവരുടെ ഇൻവോയ്സും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓതറൈസേഷൻ കിട്ടും, നിങ്ങൾക്കത് വിൽക്കാൻ പറ്റും. അത് പ്ലസ് പോയിന്റ്. അതിൻ്റെ നെഗറ്റീവ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് ഒന്ന് മാർജിൻസ് കുറവായിരിക്കും, 2 കോമ്പറ്റീഷൻ കൂടുതലുണ്ടാവും. അപ്പം എക്സിസ്റ്റിംഗ് സെയിൽസുള്ള പ്രൊഡക്റ്റിൽ എക്സിസ്റ്റിംഗ് ലിസ്റ്റിംഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് റീസെല് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ കോൺട്രിബ്യൂഷൻ ഇല്ല. അതായത് നിങ്ങൾക്ക് അവിടെ ഒരു മാർക്കറ്റിംഗ് കോൺട്രിബ്യൂഷൻ ഇല്ല, നിങ്ങളൊരു സെല്ലിംഗ് കോൺട്രിബ്യൂഷനേ ഉള്ളൂ. ഐദർ
നിങ്ങൾക്ക് അവിടെ പ്രൈസ് വെച്ചിട്ട്, അതായത് മറ്റവൻ 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഞാൻ 99 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ കുറച്ച് നിങ്ങൾക്ക് വിറ്റ് നിങ്ങൾക്കൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ആ മാർക്കറ്റും പ്ലേസിൽ നിങ്ങളുടെ സ്റ്റോറിലേക്ക് ട്രാഫിക് വരാനുള്ളൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോവിഡ് കാലത്ത് ഞാൻ ഹിമാലയയുടെ പ്രൊഡക്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ മറ്റുള്ള ബിസിനസ്സുകളുടെ ഫ്ലോ കുറഞ്ഞ കാരണം കൊണ്ട് സസ്റ്റൈനബിലിറ്റിക്ക് ആ സമയത്ത് ധാരാളം സെല്ലേഴ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് നന്നായിട്ട് പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ബാക്കി എല്ലാവരും തുറന്നപ്പം അതിൽ കോമ്പറ്റീഷൻ വന്നു. നാച്ചുറലി എനിക്ക് ലാഭം കുറഞ്ഞു തുടങ്ങി, ഞാൻ കട്ട് ഡൗൺ ചെയ്തു. പക്ഷേ അതിനുള്ളിൽ എൻ്റെ സ്റ്റോറിലേക്ക് ട്രാഫിക് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് അവിടെ പുതിയ ബ്രാൻഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എളുപ്പമായി. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗീതാസിനെ പോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരുടെ ഇ-കൊമേഴ്സ് ഇതിനുള്ള അപ്രൂവൽ മേടിച്ച്, അവരുടെ ബ്രാൻഡ് യൂസ് ചെയ്യാനുള്ള അപ്രൂവൽ മേടിച്ച് എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ആമസോണിൽ. അവിടെ എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ഞാൻ റീസെല്ലറാണ്, പക്ഷേ എനിക്ക് എൻ്റെ മാർക്കറ്റിംഗ് കോൺട്രിബ്യൂഷൻ അവിടെ ചെയ്യാൻ പറ്റും. എനിക്കൊരു ഫിക്സഡ് മാർജിൻസ് അപ്പോൾ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റീസെല്ലിങ്ങിൽ നിങ്ങൾക്ക് ജനറിക്കായിട്ട് പോകുന്ന പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കാം, പക്ഷേ അവിടെ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റേത് നിങ്ങൾക്ക് റീസെല്ലിങ്ങിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ശതമാനം മാനുഫാക്ചറിങ് കമ്പനികൾ കേരളത്തിലുള്ളവർ സെല്ലിങ്ങിൻ്റെ തലവേദന ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം തന്ന് അവർ നല്ല മാർജിൻസ് നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് അതിലൊരു മോണോപോളി പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മാർക്കറ്റ് ഉണ്ട് കേരളത്തിൽ. ധാരാളം കമ്പനിക്കാർ ഇപ്പോഴും നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞങ്ങൾക്കിത് വിറ്റ് തരണം എന്ന് പറഞ്ഞവരുണ്ട്, ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ റീസെല്ലിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇഫ് യു ഹാവ് ആൻ ഐഡിയ, കുറച്ച് സമയം നിങ്ങൾക്ക് ഉണ്ട് ചിലവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു റീസെല്ലിംഗ് ഒരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു എൻ്റർപ്രണർ ആളുടെ ഒരു പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ആൾക്ക് അത് പരമ്പരാഗത മാർഗ്ഗങ്ങൾ വിട്ട് ആമസോൺ വഴിക്ക് ലിസ്റ്റ് ചെയ്ത് ആ വഴിക്കൊരു സെല്ലിംഗ് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ഫേമിന് സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അതിൻ്റെ 1 by 1 ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആമസോൺ സെല്ലർ പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളുണ്ട്. GST, ഇപ്പോൾ ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ FSI ലൈസൻസ്, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ ബ്രാൻഡിനെ സെക്യൂർ ആക്കാൻ പറ്റുള്ളൂ. ഇത് ആമസോണിൽ മാത്രമല്ല, നിങ്ങളുടെ ബേസിക് സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പം ഈ 3 സാധനങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവർക്കൊരു ആമസോൺ പ്രൊഫൈൽ, സെല്ലർ പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കും. ആമസോൺ സെല്ലർ പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലാണ് കറക്റ്റായിട്ട് സൂട്ടബിൾ ആവുന്നത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കാറ്റഗറിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ക്ലയൻറ്റ് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ബേസിക് ഫോട്ടോസ്, അതായത് ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്, 4 സൈഡിൻ്റെയും ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മെയിൻ ഇമേജസ് വെച്ചിട്ട് ബാക്കിയുള്ള, അതായത് ആമസോണിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഥകൾ പറയണം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള ആ സ്റ്റോറി പറയണം. അതിന് വേണ്ടിയിട്ടുള്ള വിഷ്വൽസ്, ലൈഫ് സ്റ്റൈൽ ഇമേജസ് എന്നുള്ളതാണ് അതിൻ്റെ ടെക്നിക്കൽ ആമസോൺകാർ പറയുന്ന പേര്. ലൈഫ് സ്റ്റൈൽ ഇമേജസ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ബേസിക് ലിസ്റ്റിങ്ങിൽ വരും. നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ബേസിക് ലിസ്റ്റിംഗ് പോരാ, നമുക്ക് A+ കാറ്റഗറി ലിസ്റ്റിംഗ് ചെയ്യണം. അതിന് ആദ്യം ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്യണം. ബ്രാൻഡ് രജിസ്ട്രേഷന് ബ്രാൻഡിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വേണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്താലും നമുക്ക് ബ്രാൻഡ് രജിസ്ട്രേഷൻ ആമസോണിൽ എടുക്കാൻ പറ്റും. ആമസോണിൽ ബ്രാൻഡ് രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് A+ ലിസ്റ്റിംഗ് എന്നുള്ള ഇതുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് കീഴെ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച്, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാം നമുക്ക് പറയാനുള്ള ധാരാളം ഓപ്ഷൻസ് അതിൽ വരും. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഇവരുടെ ലൈഫ് ഇമേജസ് നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ഈ നമ്മൾ സാധാരണ വെബ്സൈറ്റിൽ ചെയ്യുന്ന പോലെ SEO എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കീവേഡ്സ്, ഈ ഇമേജസിൽ ഓൾ ടെക്സ്റ്റ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എങ്ങനെ സെർച്ച്, ജനറിക് സെർച്ചിൽ എങ്ങനെ കയറി വരണമോ അത് ആ പ്രകാരം നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്പർ 1 ഇതാണ് ഫസ്റ്റ് സർവീസ്. അതായത് ആമസോൺ സെല്ലർ പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുക, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കൊണ്ടൊരു പരിപാടിയുണ്ട്. അതായത് ഒരു പ്രാവശ്യം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനങ്ങ് വിട്ടുപോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ആമസോൺ വലുതായിക്കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനാണ്. നിങ്ങളുടെ ഇന്നത്തെ കാറ്റഗറി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് നാളെ വരുന്നത്. നിങ്ങളുടെ കാറ്റഗറിയെ ചിലപ്പോൾ ചേഞ്ച് ആവും. നിങ്ങൾ ചിലപ്പോൾ റോങ് കാറ്റഗറി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ ആമസോൺ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ റോങ് കാറ്റഗറിയിൽ കൊണ്ടിടും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിന് അവർ ആയുർവേദ പ്രൊഡക്റ്റാണ് അവർക്കൊരു 100 ഉണ്ട്. അതിൽ 85 പ്രൊഡക്റ്റ് അവർ ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. ഇവർ ആദ്യം ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ ചവനപ്രാശം എന്നുള്ളതിൻ്റെ കീഴിലാണ് വന്നത്. അവരുടെ സകല പ്രൊഡക്റ്റുകളും ചവനപ്രാശം എന്നുള്ള കാറ്റഗറിയിൽ വന്നു. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അർത്രൈറ്റിസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, പക്ഷേ നിങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചവനപ്രാശം കാറ്റഗറിയിലാണെങ്കിൽ ഒരിക്കലും കയറി വരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വെച്ച് സെർച്ച് ചെയ്താലേ വരുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളൊരു സാധനമുണ്ട്. നിങ്ങളുടെ കാറ്റഗറി കറക്റ്റാണോ, നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ് ഇപ്പോൾ വാലിഡ് ആണോ, ട്രെൻഡ് ചേഞ്ച് ആവും.
നമ്മുടെ ഓൺലൈൻ ട്രെൻഡുകൾ ചേഞ്ച് ആവുന്ന പോലെ, ഓരോ വൈബുകൾ ഉണ്ടാവുന്ന പോലെ കൊമേഴ്സിലും ഓരോ ട്രെൻഡ് ചേഞ്ചിങ് ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള കീവേഡ് നിങ്ങളിതിൽ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഈ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂടുതൽ സെല് ചെയ്യണമെങ്കിൽ അതിന് ആമസോണിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം. ആമസോൺ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഫേസ്ബുക്ക്, ഗൂഗിൾ ആഡ് ചെയ്യുന്ന പോലെ അതൊരു വലിയൊരു ലോകമാണ്. നമുക്ക് സാധാരണ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, ബ്രാൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, ബ്രാൻഡ് സ്റ്റോറീസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഏതാണോ നല്ലത്, ഏത് സമയത്ത് നിങ്ങൾ തുടക്കത്തിൽ എന്ത് തരം അഡ്വർടൈസ്മെൻറ്റാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഗ്രോത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡ് വിസിബിലിറ്റിക്ക് എന്ത് ചെയ്യണമോ അതോ ബ്രാൻഡ് സെയിലിനാണോ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും ക്ലയൻറ്റിന്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കൊടുക്കുന്ന ഓപ്ഷൻ അതാണ്. അതായത് നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങളുടെ കറൻറ്റ് റാങ്കിങ് ഇങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അഡ്വർടൈസ്മെൻറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് തരം അഡ്വർടൈസ്മെൻറ്റാണ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാശ് പോകുന്നല്ലാതെ നമുക്കതൊന്ന് ബെനിഫിറ്റ് കിട്ടില്ല. നിങ്ങൾ ആൾക്കാർ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അത് മേടിക്കുകയും വേണം. അപ്പോൾ മേടിക്കണമെങ്കിൽ കാണുന്ന ആൾക്കാർ ഇതോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ഇത് കാണേണ്ടത്. അപ്പം ഇതും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആമസോൺ ആഡ് മാനേജ്മെൻറ്റ് ഞങ്ങൾ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്പനിയുടെ ആമസോൺ സെല്ലർ ക്രിയേഷൻ, ബ്രാൻഡിൻ്റെ സെക്യൂർമെൻറ്റ്, ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ അപ്ഗ്രഡേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, പ്രൊഡക്റ്റ് മെയിൻ്റനൻസ്, അഡ്വർടൈസ്മെൻറ്റ് മെയിൻ്റനൻസ്, അങ്ങനെ ഫുൾ പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട്. 6 ഘട്ടങ്ങളായിട്ട് ഏതാണ്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ഓപ്പറേഷൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഗീതയുടെ കേസിൽ അവരുടെ ഓപ്പറേഷൻസിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരുടെ മാനുഫാക്ചറിങ് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പല ആൾക്കാരും അവരുടെ നാച്ചുറലി മാനുഫാക്ചറിങ് ചിലപ്പം ടൗണിലായിരിക്കില്ല. അപ്പോൾ ആമസോണിന് പിക്കപ്പുള്ളൊരു സ്ഥലത്തായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി അവരൊരു ഗ്രോത്ത് സ്റ്റേജ് ആവുന്നവർ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് അവരുടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാക്ക് ചെയ്ത് അവരുടെ ഓർഡർ അനുസരിച്ച് സാധനം ആമസോണിന് കൈമാറാവുന്ന, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന് കൈമാറാവുന്ന, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ടു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അല്ലെങ്കിൽ കൊറിയർ വഴി, അങ്ങനത്തെ ഓപ്പറേഷൻ സപ്പോർട്ട് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഞങ്ങളൊരു 360 ഡിഗ്രിയാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ്സ്, മാർക്കറ്റിംഗ് മാത്രമല്ല സെയിൽസ്. അപ്പോൾ സെയിൽസ് ഉണ്ടാവണമെങ്കിൽ വേണ്ട അഡീഷണൽ സർവീസുകളാണത്. അതായത് പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും സെയിൽസുമായിട്ട് ജോയിൻ ചെയ്യുക, വന്നിട്ടുള്ള സെയിൽസിനെ കൺവേർട്ട് ചെയ്യുക, അതായത് സമയത്തിന് സാധനം ഡെസ്പാച്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ എഐയുടെ യുഗമാണ്. പല മേഖലകളിലും പലരുടെയും തൊഴിലിനെ എഐ തിന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. പലരുടെയും അവസരങ്ങൾ പോകുന്നു. പക്ഷേ ഏത് അവസരങ്ങളിൽ ഇല്ലാതെ വരുമ്പോഴും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി തുറക്കുന്നുള്ളതാണ് അതിലൊരു ശാസ്ത്രം. നമ്മൾ ഈ പറഞ്ഞ പോലെ 9 വാതിൽ അടഞ്ഞാലും 10ാമത്തെ വാതിൽ തുറക്കുന്നു പറയുന്ന പോലെ ഈ എഐ യുഗത്തിൽ ഈ കൊമേഴ്സ് രംഗത്തുള്ള പുതിയ സാധ്യതകൾ, പെട്ടെന്ന് ഉള്ള പ്രതിസന്ധികൾ, അതുപോലെ തന്നെയുള്ള സാധ്യതകൾ, അതൊക്കെ എങ്ങനെയാണ്? ജിം പറഞ്ഞ പോലെ തന്നെ പുതിയൊരു അവസരമാണ്, അല്ലാണ്ട് ഒരു കൊല്ലല്ല. കൊമേഴ്സ് വരുമ്പം ജനറിക് ആയിട്ടുള്ള കടകളൊക്കെ അടച്ചു പൂട്ടുന്നുള്ളായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടച്ചു പൂട്ടിയില്ലല്ലോ, ഇപ്പോഴും ഇതുണ്ട്. ഇപ്പോൾ ക്വിക്ക് കൊമേഴ്സ് വരുമ്പോൾ അടച്ചു പൂട്ടുന്നു പറയുന്നുണ്ട്, പക്ഷേ സർവൈവ് ചെയ്യും. പുതിയൊരു ഓപ്പർച്യൂണിറ്റി തുടങ്ങുകയാണ്. ഇൻഫാക്ട് മാർക്കറ്റ് പ്ലേസുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ. ആമസോണിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൽ AI-യുടെ ഇത് വരുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സിൽ AI-യുടെ യൂസ് വരുന്നുണ്ട്. ഇത് AI വന്നപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടറിനെ പോലെയാണ്. AI എന്ന് പറയുന്നതും അത് നിർമ്മിത ബുദ്ധിയാണ്. നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കണം, നിൻ്റെ സ്ട്രെങ്ത് ഇതാണ്, നിൻ്റെ വീക്ക്നെസ് ഇതാണ്, അപ്പോൾ ഇതാണ് നീ ചെയ്യേണ്ടതെന്നുള്ളത്. അത് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് തെറ്റായിരിക്കും. ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആമസോണിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യും, ആമസോണിൻ്റെ AI വർക്ക് ചെയ്യാൻ തുടങ്ങും. ആമസോണിൻ്റെ AI നിങ്ങൾക്ക് സജഷൻസ് വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ റോങ് കാറ്റഗറിയിൽ വരാനുള്ള സാധ്യതയുണ്ട്, കറക്റ്റ് കീവേഡ് വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ നിങ്ങളുടെ ഇൻപുട്ട് അനുസരിച്ചിട്ടാണ് ആമസോണിൻ്റെ AI ഔട്ട്പുട്ട് തരുന്നത്. അവിടെ നമ്മളപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള സാധനം തന്നെയാണോ AI ജനറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റുകൾ നമുക്ക് ആമസോണിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ക്രിയേഷൻ്റെ സമയത്താണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പോൾ ഡിസ്പ്ലേ ആഡ്സ് പോലത്തെ ബ്രാൻഡ് ഓറിയൻറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സ് റൺ ചെയ്യുമ്പം കൊടുക്കേണ്ട AI പ്രോംപ്റ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആമസോണിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ആമസോണിൻ്റെ AI മാത്രമല്ല യൂട്ടിലൈസ് ചെയ്യുന്നത്, ഞങ്ങൾ സാധാരണ പുറത്തുള്ള ക്ലൗഡും ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് അതിനെയാണ് നമ്മൾ ആമസോണിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്, പ്രോംപ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാധനം വരും. അപ്പം AI വർക്ക് ഞങ്ങൾക്ക് ധാരാളം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാറ്റഗറി ഡെപ്ത് കണ്ടുപിടിക്കാൻ AI ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. ഏത് കാറ്റഗറിയാണ് നല്ലത്, ആ കാറ്റഗറിക്ക് വേണ്ട കീവേഡ്സ് റിസർച്ച് ചെയ്യാനുള്ള സമയം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 4 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന ജോലികൾ നമുക്കിപ്പോൾ 3-4 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റിന് ഡെലിവറി പെട്ടെന്ന് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് കറക്റ്റായിട്ടല്ല ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ഉണ്ടാവും, പക്ഷേ റിസൾട്ട് ഉണ്ടാവില്ല. AI ഈസ് ഓൾറെഡി ദർ.
ആമസോൺ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് കോർപ്പറേറ്റ് ടു സ്റ്റാർട്ട് യൂസിങ് AI ഇൻ എവറിഡേ വർക്ക്. ചോദ്യത്തിൽ വന്നപ്പോൾ ഒരു പോയിന്റ് കൂടിയും പറയാൻ പറ്റി എനിക്ക്. ആമസോണിൽ നിന്ന് വരുന്ന പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റിൻ്റെ നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന കാശ് എത്രയാണ്, നിങ്ങൾക്ക് അതിൽ ലാഭമുണ്ടോ ഇല്ല എന്നുള്ളൂടി ഇപ്പോൾ ആമസോൺ പറയുന്നുണ്ട്. അതിനുള്ളൊരു സാധനം കൂടിയുണ്ട്, അഗെയിൻ എൻ AI ടൂൾ, വേറെ നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റും നിങ്ങളുടെ മറ്റുള്ള ചിലവുകളും, അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആമസോണിന് അറിയില്ല നിങ്ങൾ എത്രത്തോളം അതിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പാക്കേജ് മെറ്റീരിയൽ കോസ്റ്റ്, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്താണെന്നുള്ളത് ആമസോൺ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതേ ലെവലിൽ തന്നെ സ്കെയിൽ ചെയ്യണോ വേണ്ടത്, അതോ നമുക്ക് കോംബോ ഓഫേഴ്സ് കൊണ്ടുവരണോ, ഒന്നിന് പകരം 3 എടുക്കുകയാണെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് കുറയും, അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഇങ്ങനത്തെ AI ടൂൾസൊക്കെ നമുക്കതിൽ അവൈലബിൾ ആണ്, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. സോ യെസ്, AI നല്ല എഫക്റ്റ് ഉണ്ട്, നമ്മളതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇപ്പോൾ ഇ കൊമേഴ്സ് രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേകിച്ച് ഫുഡൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ പാക്കിങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ടാണ് എൻ്റർപ്രണറെ സംബന്ധിച്ച്. കാരണം അത് സാധാരണ നമ്മളൊരു ഷോപ്പിൽ നമ്മളത് പ്ലേസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇതിൻ്റെ പാക്കിങ്. ഇത് മറ്റൊരു രാജ്യത്തേക്ക് വരെ കയറ്റി അയക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ് ക്വാളിറ്റി വളരെ ഗംഭീരമായിരിക്കണം. അതുപോലെ തന്നെ ഈ പാക്ക് ചെയ്ത് പിന്നെ അത് ആമസോണിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ താങ്കളുടെ ഫേമിൻ്റെയും ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇത് ഓപ്പറേഷൻസിൻ്റെ കീഴിലാണ് ശരിക്കും വരിക. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചർ സംബന്ധിച്ചോളം അയാൾ ഉണ്ടാക്കുമ്പോൾ അയാൾ 1 2 അല്ല ഉണ്ടാക്കുന്നത്, ഒരു ബാച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 100 അയാളുടെ ബാച്ച് സൈസ് എന്ന് പറയുമ്പോൾ 100 ഉണ്ടാക്കിയിട്ട് അയാൾ സാധാരണഗതിയിൽ ആ 100 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 50 ഒരു കടയിൽ കൊടുത്തു, 50 വേറെ കടയിൽ കൊടുത്തു. അങ്ങനെയാണ് അവരുടെ യൂസേജ് വരുന്നത്. പക്ഷേ ഇ കൊമേഴ്സ് വരുമ്പോൾ നമ്മൾ B2C ആണ്, ഡയറക്റ്റ് ടു കസ്റ്റമറാണ്. 100 വിൽക്കുന്നത് 100 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 100 ഉണ്ടാക്കണം, 100 ആൾക്കാർക്ക് ഇത് പാക്ക് ചെയ്ത് അയക്കണം. അപ്പോൾ അവർക്ക് അവിടെ ചിലവ് കൂടി, സമയനഷ്ടം വരും. അടുത്ത ബാച്ച് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ഇവിടുന്ന് പാക്ക് ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ സ്വിങ്ങിന് ഇത് വരുന്നത്. നമ്മൾ ആ പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് 50 എടുക്കുന്നു, വരുന്ന ഓർഡറിനെ ഓരോന്നായിട്ട് നമ്മൾ റീപാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ റീപാക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് വെച്ച് ഞങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും, പ്രൊഡക്റ്റുകളുടെ റീപാക്കിംഗ് സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഇപ്പോൾ പൊട്ടാൻ സാധ്യതയുള്ള, ഇപ്പോൾ ഗ്ലാസ് ബോട്ടിൽസ് ആണ് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പാക്കിങ്ങുള്ളൊരു സെഗ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു ഫിക്സഡ് ഇതുണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ ഫിറ്റ് ആവുക ആ സാധനം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ചില കേസുകളിൽ നമുക്ക് സ്പെഷ്യലായിട്ട് അവർക്കൊരു പാക്കിംഗ് മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അതായത് ഇത് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കിംഗ് മെറ്റീരിയൽസ് അതിൻ്റെ വോളിയം വെയിറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയൊരു പ്രൊഡക്റ്റിനെ വലിയ പാക്കറ്റിലാക്കി സാധനം അയക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നഷ്ടമാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ഏറ്റവും കോമ്പാക്റ്റബിളായി കസ്റ്റമറുടെ അടുത്ത് കേടുപാടുകൾ കൂടാതെ എത്തിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഞങ്ങൾക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽ, പൊട്ടാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പൊട്ടാതിരിക്കാനുള്ള കാര്യങ്ങൾ, സ്പില്ലേജിന് സാധ്യതയുള്ള പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിറപ്സ്, ഓയിൽ അങ്ങനത്തെ ആണെങ്കിൽ സ്പില്ലേജിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്പില്ലേജ് ഒഴിവാക്കാനായിട്ട് അതിനെ കവർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന ക്ലയൻറ്റ് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഒക്കെ ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചുള്ള അത് മാത്രമേ അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നമുക്ക് അതിനൊരു കസ്റ്റമൈസ് പാക്കിംഗ് ഉണ്ടാക്കാൻ പറ്റും. ബബിൾ റാപ്പിൻ്റെ ആവശ്യം വന്നില്ല. ബബിൾ റാപ്പിനെക്കാട്ടും കോസ്റ്റ് കുറവായിരുന്നു കസ്റ്റമൈസ്ഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന പാക്കിങ്ങിന്. ആൻഡ് പ്രോസസ്സ് കുറച്ച് എളുപ്പമായി. ഒരു പ്രൊഡക്റ്റ് എടുത്ത് അതിനെ ബബിൾ റാപ്പ് ചെയ്ത് പിന്നെ അതിനൊരു കവറിലിട്ട് അയക്കുന്നതിനെക്കാട്ടും എളുപ്പം ഇത് നേരെ പ്രൊഡക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫൈഡിൽ പ്രൊഡക്റ്റ് ഇതാക്കി വയ്ക്കുന്നു, സാധനം അയക്കുന്നു. അതൊരു പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ ദ ഡേയ്സ് നമുക്കറിയാം, അതായത് സെയിൽസ് ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് നേരത്തെ പാക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ ഓർഡർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെസിഫിക് ടൈമിനുള്ളിൽ സാധനം അയക്കാൻ പറ്റും. പല ഫസ്റ്റ് ടൈം സെല്ലേഴ്സിനും പറ്റുന്നൊരു പ്രശ്നം അവിടെയാണ്. അതായത് ഓർഡർ വന്നു, ഇവരുടെ തിരക്കിനിടയിൽ പലപ്പോഴും ഓർഡർ വന്നവരറിയില്ല. നോക്കുമ്പോൾ ഓർഡർ വന്നിട്ടുണ്ടാവും, കാലത്ത് വന്നിട്ടുള്ള ഓർഡർ ആയിരിക്കും, ഉച്ചയ്ക്ക് 1:30 പാക്ക് ചെയ്ത് കൊടുക്കേണ്ട സാധ്യതയായിരിക്കും. അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് വന്നു, അതായത് നിങ്ങൾ സമയത്തിന് പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ അത് ആമസോണിന് പ്രശ്നമാണ്. കസ്റ്റമേഴ്സ് ആമസോണിനെയാണ് കാണുന്നത്, ആമസോണിൻ്റെ ത്രൂ ആണ് ബ്രാൻഡ് കാണുന്നത്. അപ്പോൾ അത് ആമസോണിന് പ്രശ്നമായ കാരണം കൊണ്ട് ആമസോൺ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ, നിങ്ങളുടെ ASIനെ കാണിക്കുന്നത് കുറയ്ക്കാൻ തുടങ്ങും. ഞങ്ങൾ ഓപ്പറേഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന സെറ്റിംഗ് ഒക്കെ അതാണ്. അതായത് ഓർഡർ വന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കൊണ്ട് ഈ സാധനം പുറത്തേക്ക് പോകണം. അപ്പോൾ ഓവർ ദ ടൈം പീരീഡ് നമുക്കറിയാം ഈ പ്രൊഡക്റ്റിന് ഒരു ദിവസം ഇത്ര ആവറേജ് സെയിൽസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രീ പാക്കിംഗ് ചെയ്ത് വയ്ക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഓർഡർ വന്നു കഴിഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കുക, ഹാൻഡ് ഓവർ അത്ര മാത്രമേ വരുള്ളൂ. ഒരു മാനുഫാക്ചർ സമയത്തോളം ഇത് സാധ്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ എക്സ്പെർട്ടൈസ് മാനുഫാക്ചറിങ്ങിലാണ്. അയാൾക്ക് ബൾക്ക് ഉണ്ടാക്കാൻ അറിയുള്ളൂ, അതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെല് ചെയ്യാൻ അറിയില്ല.
അവിടെ നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ വിങ്ങിൻ്റെ ഹെൽപ്പ് വരും. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള പാക്കിങ് ഇത് ചെയ്യും. ഇതിന് ശേഷം ഒരു സ്റ്റേജിൽ അവർ വലിയൊരു ഗ്രോത്ത് സെയിൽസായി അവർക്ക് നേരിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിൽ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അവർക്ക് ട്രെയിനിങ്ങും കൊടുക്കും. ആഫ്റ്റർ ഒരു 3-4 ഇയേഴ്സിന് ശേഷം അവരുടെ തന്നെ ആൾക്കാരെ വെച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഗിവ് ദം ട്രെയിനിങ്. ഇത് എങ്ങനെ ചെയ്യണം, എവിടെയാണ് വെയർ ഹൗസ് സെറ്റ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് എങ്ങനെയാണ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, റിട്ടേൺസ് വരുന്നത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ഡാമേജ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചോളം അത് ഞങ്ങളുടെ റെഗുലർ പ്രോസസ്സാണ്. പ്രൊഡക്റ്റിൽ ഡാമേജ് ഉണ്ടെങ്കിൽ സെല്ലർ സപ്പോർട്ടിൽ പോയി നമ്മളത് കേസ് റേസ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ മേടിക്കും. അതിനുള്ള പ്രോസസ്സ് നമുക്കറിയാം. ഒരു ടീമുണ്ട് അത് ചെയ്യാനായിട്ട്, 2 ആൾക്കാർ അതിന് വേണ്ടി മാത്രമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അവർ ചെയ്യുകയാണെങ്കിൽ, ഭാവിയിൽ അവർ എടുക്കുകയാണെങ്കിൽ, ആൻഡ് എങ്ങനെ അതിനെ റീസൈക്കിൾ ചെയ്യാം എന്നുള്ളത്. ഇപ്പം പല പ്രൊഡക്റ്റുകളും പ്രൊഡക്റ്റ് ഡാമേജ് ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ കവറിനായിരിക്കും ഡാമേജ്. അതായത് പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള കവറിനായിരിക്കും ഡാമേജ്. അപ്പോൾ നമുക്ക് ആ കവർ മാറ്റി കഴിഞ്ഞാൽ സെയിം ബാച്ചിൻ്റെ കവർ ഇടുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് നഷ്ടം വരില്ല. ചിലത് ഷോർട്ട് എക്സ്പയറി പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഷോർട്ട് എക്സ്പയറി പ്രൊഡക്റ്റിനെ അപ്പം തന്നെ എടുത്ത് ഒന്നില്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് സാധനം വിറ്റ് തീർക്കുക, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഇതൊന്ന് എടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതും സ്റ്റോക്കിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫുഡ് പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞല്ലോ, ഷോർട്ട് എക്സ്പയറി പ്രൊഡക്റ്റ് രണ്ടാമതും നിങ്ങളുടെ സ്റ്റോക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ എക്സ്പയർ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ നിങ്ങൾക്ക് ISIN ബാൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഡാമേജ് അല്ലെങ്കിൽ റിട്ടേൺസ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. കൊമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു മേഖലകളാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് സക്സസ് സ്റ്റോറി മാത്രമായിരിക്കും നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. പക്ഷേ ചില ഫെയിലിയർ സ്റ്റോറികൾ നമ്മളതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. എങ്ങനെ ആ ഫെയിലിയർ അവിടെ സംഭവിച്ചു, അതിനൊരു സൊല്യൂഷനുള്ള സാധ്യതകളുണ്ടായിരുന്നു, ആ സാധ്യതകൾ എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല. അത്തരം എക്സ്പീരിയൻസ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ വന്നു എന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഫെയിലിയർ സ്റ്റോറി അത് നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സക്സസ് പറയുമ്പോൾ കൂടെ തന്നെ പറയേണ്ടതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഫെയിലിയേഴ്സും. ഞാനതിനെ ഫെയിലിയറായിട്ട് കാണാറില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഫെയിലിയറിന് പഠിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്ത് നമുക്ക് അതിന് നെക്സ്റ്റ് കാര്യം ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നത്. ഇതിനൊരു ക്ലാസിക് എക്സാമ്പിൾ, എനിക്ക് ഫുട്വെയറിൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. അവരുടെ നല്ല റേഞ്ചായിരുന്നു. ഫുട്വെയർ റേഞ്ച് ലേഡീസ് ജെൻസ് രണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം സെയിൽസിനെക്കാട്ടും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് അവരുടെ റിട്ടേൺസ് ആയിരുന്നു. ഏതാണ്ട് 60% റിട്ടേൺസ് വരാൻ തുടങ്ങി. 60% റിട്ടേൺസ് എന്ന് പറയുമ്പം അതിൻ്റെ നമ്മുടെ വയബിലിറ്റി കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അവരുടെ റിട്ടേൺ പെർസെൻറ്റേജ് കൂടി വരുന്ന സമയത്താണ് ഇവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നപ്പം ആദ്യം പറഞ്ഞത് എനിക്കിതിനെ ഇതെന്താണ് പ്രശ്നം എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള എന്താ കുഴപ്പമുണ്ടായിരുന്നു വെച്ചാൽ ഫുട്വെയർ മാർക്കറ്റിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മെഷർമെൻറ്റ് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ബാറ്റയുടെ സൈസിങ് ആയിരിക്കില്ല നിങ്ങൾ വേറെ ഇപ്പോൾ മെട്രോൻ്റെ പോയി കഴിഞ്ഞാൽ. ഇതിൽ തന്നെ ഇപ്പോൾ യൂറോപ്യൻ സ്റ്റൈലുണ്ട്, ഇന്ത്യൻ സ്റ്റൈലുണ്ടായത് 44 എന്ന് പറയും, ചിലർ 9 എന്ന് പറയും. നമുക്ക് തന്നെ അറിയില്ല. സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇത് 44 എന്താണ് 9 എന്താണെന്ന് അറിയില്ല. ഇട്ട് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കടയിൽ പോകുമ്പം അവർ 2-3 സൈസ് ഇട്ട് നോക്കിയിട്ട് അവർക്ക് ഫിറ്റ് ആവുന്ന സൈസ് അവർ മേടിക്കുന്നു. ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓൺലൈനിൽ ഒരു സാധനം മേടിക്കും. അപ്പോൾ കടയിൽ നിന്ന് അവർ 8 സൈസ് ചെരുപ്പായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. അവർ ഇവിടുന്ന് 8 സൈസ് ചെരുപ്പാണ് മേടിക്കുന്നത്. 8 സൈസ് ചെരുപ്പ് മേടിക്കുമ്പം നമ്മുടെ 8 സൈസ് ചെരുപ്പം അവർക്ക് അവർ സാധാരണ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ ആ സൈസിലായിരിക്കില്ല വരുന്നുണ്ടാവുക. അപ്പോൾ നാച്ചുറലായിട്ട് സാധനം എത്തുമ്പം അത് ചെറുതാവും, അത് അവർ റിട്ടേൺ ചെയ്യും. ഇതിൽ ആക്ച്വലി നമുക്ക് കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആമസോണിൽ. അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം. നമുക്ക് ഈ പ്രൊഡക്റ്റ് അയക്കുമ്പോൾ തന്നെ നമുക്കതിൽ വേണമെങ്കിൽ ഒരു ഇൻസേർട്ട് ഇടാം. അതായത് ഇതിലെന്തെങ്കിലും സൈസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആമസോണിൽ തന്നെ റിട്ടേണിന് പകരം റീപ്ലേസ്മെൻ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എത്രത്തോളം റീപ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റിയും ഇത് കൂടും. അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതായത് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, റിട്ടേൺ ചെയ്യാനുള്ള അദ്ദേഹം കമ്മ്യൂണിക്കേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ആമസോണിൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മൂപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ റിട്ടേൺസിൽ നല്ലൊരു ശതമാനം പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാണ്ടേ ആയിരുന്നില്ല, സൈസ് ഇഷ്യൂസ് ആയിരുന്നു. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്ഷനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് കൊമേഴ്സ് എന്നുള്ള ഈ 60% എന്ന് പറയുന്നത് ഏതൊരു ആളെ സംബന്ധിച്ചോളം ഒരു സഹിക്കാൻ പറ്റില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞ് എനിക്ക് 60% പോയിട്ട് 5% കൂടി റീറ്റെയിൽ മാർക്കറ്റിൽ വരുന്നില്ല, ഞാൻ എന്തിനാണ് കൊമേഴ്സിൽ പോകുന്നതെന്ന്. എനിക്ക് തീർച്ചയായും അത് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. അദ്ദേഹം ഇനിയും ചാൻസ് ഉണ്ട്, ചിലപ്പം തിരിച്ചു വരുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതേപോലെ ഓരോ
കാറ്റഗറിക്കും നമുക്ക് റിട്ടേൺസും ഡാമേജും കുറയ്ക്കാനുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ആയിരിക്കണം. ബേസിക്കലി പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശരിയാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ളൊരു ഓപ്പൺ മൈൻഡ് ഞങ്ങൾ ഇതാക്കി. അതായത് ഞങ്ങൾ ഒരു ബ്രാൻഡിന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ചെയ്തു തരാനും പറ്റും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് മിസ്റ്റേക്സ് വരാം. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വരുന്നെങ്കിൽ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് എക്സ്പേർട്ട്, നമ്മൾ അതിൻ്റെ മാർക്കറ്റിങ്ങിലും സെയിൽസിലാണ് എക്സ്പേർട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു ക്ലയൻറ്റിനെ ഓൺ ബോർഡ് ചെയ്യുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ക്ലയൻറ്റിനെ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ക്ലയൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ സാധാരണ ഒരു സാധനങ്ങളും ചെയ്യാറില്ല. ഇപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് ഉണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്ത് അവർ സെർച്ച് ചെയ്ത് അത് കറക്റ്റാണെന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മളതിനെ ലൈവിൽ പോകാറുള്ളൂ. ലൈവിൽ പോയ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളതിനെ കറക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുട്വെയറിൽ ആ റിട്ടേൺസിനുള്ള റീസൺ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കറക്ഷൻസ് സമയത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 60% എന്നുള്ളത് ഒരു 20% കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഒരു 20 മുതൽ 25% വരെ റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കണം. 2 കാരണം കൊണ്ടുണ്ട്. ഇന്ത്യയിലെ മാർക്കറ്റ് പ്ലേസിൽ ലോകത്ത് എവിടെയില്ലാത്തൊരു സാധനം ഉണ്ട്, അതായത് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളൊരു സാധനം. അതൊരു തരത്തിൽ ഗുണവുമാണ്, ഒരു തരത്തിൽ ദോഷവുമാണ്. പലപ്പോഴും ഈ സാധനം അവിടെ എത്തുമ്പോൾ അയാൾക്ക് വേണമെങ്കിലും ചിലപ്പം ആ സമയത്ത് അയാളുടെ കയ്യിൽ കാശില്ലാതെ വരികയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാവുകയോ ചെയ്യുമ്പോൾ റിട്ടേൺസ് വരാം. അപ്പം ആ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സൈസ് ഇഷ്യൂസ്, കളർ ഇഷ്യൂസ്. ഇപ്പോൾ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് കളർ ഇഷ്യൂസാണ്. ഞാൻ ഉദ്ദേശിച്ച മഞ്ഞയല്ല എനിക്ക് കിട്ടിയ മഞ്ഞ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമല്ലോ. അപ്പം അതിനൊക്കെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺസ് ഇല്ലാതാക്കാം, റിട്ടേൺസ് മാക്സിമം കുറയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിന് ഞങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫുട്വെയറിൻ്റെ ഫെയിലിയർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ആ സെഗ്മെൻറ്റിൽ മാത്രമല്ല എല്ലാ കാറ്റഗറിയിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുൻപേ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അതിപ്പം ഫുഡ് ഐറ്റം ആണെങ്കിൽ നമ്മളതിൽ ന്യൂട്രീഷൻ കലോറി കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ചെയ്തിട്ടുള്ളത്. ടേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആമസോണിൽ നമ്മളൊരു ഫുഡ് പ്രൊഡക്റ്റ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ്, സെൻഡ് ഇതൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. അത് നമ്മൾ കറക്റ്റാണോ പറയുന്നതെന്നൊക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾ വളരെ റിഗ്രസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇപ്പോൾ പിക്കിൾസ് പോലത്തെ ഐറ്റംസ് വരുമ്പോൾ, പിക്കിൾസ് വളരെ ഒരു ടിപ്പിക്കൽ കാറ്റഗറി. എല്ലാവരും ടേസ്റ്റ് ബഡ്സ് വേറെയാണല്ലോ. അപ്പോൾ എങ്ങനത്തെ സ്പൈസുകളാണ് അതിൽ വരുന്നത്, അതിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ, അതൊക്കെ നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറോട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ റിട്ടേൺസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫെയിലിയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ്. അതിന് ഞങ്ങൾ പഠിച്ചൊരു പാട് ഇതാണ്. ഞങ്ങൾ ക്ലയൻറ്റിനും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഇതിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പുതിയ എൻ്റർപ്രണറെ സംബന്ധിച്ച് അയാളൊരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നു, അയാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഇ കൊമേഴ്സിൻ്റെ സാധ്യതയിൽ വഴിക്ക് സെല്ല് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി വരുന്നൊരു സമയം ഒരു സമയത്തിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം എങ്ങനെയാണ്? ഇതിൽ കാറ്റഗറി വൈസ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഫുഡ് പ്രൊഡക്ട്സ് ഒഴിച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പ്രൊഡക്റ്റിൻ്റെ പിക്ചേഴ്സ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് പ്രൊഡക്റ്റിൻ്റെ പിക്ചേഴ്സ് നല്ല ഇമേജസ് തരികയാണ്. അവരുടെ GST, ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും തരികയാണെങ്കിൽ നമുക്ക് 48 hours പ്രൊഡക്റ്റ് ലൈവാക്കി കൊടുക്കാൻ പറ്റും. ഫുഡ് പ്രൊഡക്റ്റിൽ പല കാറ്റഗറിയിൽ നമുക്ക് അപ്രൂവൽ കിട്ടേണ്ട സമയം വരും. അപ്പോൾ അപ്രൂവലിന് നമുക്ക് FSIയുടെ അപ്രൂവൽ വരും. EIN കോഡുകൾ, അതായത് നമ്മുടെ ബാർ കോഡുകൾ, ചില കാറ്റഗറിയിൽ ബാർ കോഡ് ഉണ്ടെങ്കിൽ, ബാർ കോഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അത് വരും. അപ്പോൾ ഫുഡ് പ്രൊഡക്ട്സിൽ നമ്മൾ സാധാരണ 7 days നമ്മൾ പറയാറുള്ളത് ക്ലയൻറ്റിൻ്റെ അടുത്ത്. 7 days കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും, പ്രൊവൈഡഡ് ദർ ഈസ് നോ പ്രോബ്ലം. യൂഷ്വലി 7 days ക്ലിയറൻസ് ആവാത്ത പ്രൊഡക്റ്റുകൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലോക്ക്ഡ് ആയിട്ടുള്ള കുറേ കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രഷ് ഫുഡ് ഐറ്റംസ് ലോക്ക്ഡ് കാറ്റഗറിയാണ്. അവിടെ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആമസോൺ നൗ ഉള്ളിടത്ത് മാത്രമാണ് ഫ്രഷ് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പെറ്റിൻ്റെ റേഞ്ചസിൽ പല സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഗവൺമെൻറ് ഇതിൽ വരുന്നത് 7 days, മറ്റേത് 48 മണിക്കൂറുമാണ് നമുക്ക് വേണ്ടത്. 2 working days ഇൻ ബേസിക്കലി 2 working days കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ലൈവാക്കി കൊടുക്കാം. അത്രയും സ്പീഡിൽ നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് പറ്റും. യെസ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ച് അയാൾക്ക് പരമ്പരാഗതമായിട്ടുള്ള വിപണന തന്ത്രങ്ങളല്ലാതെ ഈ പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഇ കൊമേഴ്സിൻ്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്നതിന് വേണ്ടിയിട്ട് താങ്കളുടെ ഈ ഹെഡ് ടു ഹീൽ എന്നുള്ള ഒരു സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രൂഡായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ചർച്ച ചെയ്തു. അനുഭവങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ഗുരു. അപ്പോൾ ആ അനുഭവങ്ങളിലെ വെളിച്ചത്തിലൂടെ ഇനിയും ഒരുപാട് കാലം ഒരുപാട് പേരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.